വെൽക്കം ടു ജോവേലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഒരു പുതിയ വിഷയമായിട്ടാണ് കൈകാര്യം ചെയ്തു തരുന്നത്. നമ്മുടെ ഒരു വീട്ടിൽ എത്ര സ്വർണം നമുക്ക് സൂക്ഷിക്കാം? അപ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുന്നു. വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലോട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഒരു വീട്ടിൽ എത്ര സ്വർണം നമുക്ക് നിയമപരമായി സൂക്ഷിക്കാം? ഇന്നിപ്പോൾ സ്വർണത്തിന്റെ മൂല്യം ഏകദേശം 1,00,000 മുകളിലും 1,00,000 ചേർന്നുമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൈസ് വേരിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് എത്ര സ്വർണം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം? ഏകദേശം ഒരു 30,000 ടണ്ണോളം സ്വർണം നമ്മുടെ വീടുകളിലായിട്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര സ്വർണം വേണമെങ്കിലും അവനവൻ്റെ വീട്ടിൽ സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മളതിന് രേഖകൾ കാണിക്കണമെന്ന് മാത്രമാണ് വകുപ്പ് പറയുന്നത്. നമ്മുടെ മുമ്പിൽ പറയുന്നത് രേഖകളില്ലെങ്കിൽ സ്വർണം പിടിച്ചെടുക്കാനാണ് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു പുരുഷന് ഒരു വിവാഹിതയായ സ്ത്രീക്ക് ഏകദേശം 500 ഗ്രാം സ്വർണം സൂക്ഷിക്കാവുന്നതാണ്. ഒരു അവിവാഹിതയ്ക്ക് 250 ഗ്രാമും ഒരു പുരുഷന് 100 ഗ്രാമും സ്വർണം സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു അച്ഛനമ്മ ഒരു അവിവാഹിതയായ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 850 ഗ്രാം സ്വർണം വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്, നിയമപരമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. 850 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ചെറിയ ഒരു 850 ഗ്രാം എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ അത് പണിക്കൂലിയൊക്കെ അടക്കം 1.2 കോടിക്കടുത്ത് മൂല്യം വരുന്ന സ്വർണ്ണമാണ്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്മൾ നിക്ഷേപമായിട്ട് നാണയങ്ങളോ സ്വർണ്ണ ബാറുകളോ അങ്ങനെ സൂക്ഷിക്കുന്നത് ഈ പരിധിയിൽ പെടുന്ന കാര്യമല്ല. അതിന് നമ്മൾ വ്യക്തമായ വൗച്ചറുകളും കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അനന്തരാവകാശമായിട്ട് നമുക്ക് കിട്ടിയ സ്വർണത്തിന് അതിന് ഡീഡുകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെതായ കൈവശാവകാശത്തിനുള്ള ആ രേഖകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഒപ്പം ഈ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ സൂക്ഷിക്കേണ്ടതാണ്. ഇത്ര കാര്യങ്ങൾ. അപ്പം നിയമപരമായിട്ട് നമുക്ക് ഇത്ര സ്വർണം സൂക്ഷിക്കാം. അത് വിട്ടിട്ടുള്ള സ്വർണത്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് അനന്തരാവകാശമായി കിട്ടുന്ന സ്വർണം വലിയ മൂല്യം ഉണ്ടെങ്കിൽ അതിന് അനന്തരാവകാശത്തിന്റെ സർട്ടിഫിക്കറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ്. നിയമപരമായി സൂക്ഷിക്കേണ്ട സ്വർണ്ണമൊന്നും ഒരിക്കലും പിടിച്ചെടുക്കില്ല. പക്ഷെ നമ്മൾ വലിയ അളവിലാണ് സ്വർണം സൂക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ വലിയ ശേഖരമാണുള്ളതെങ്കിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഈ നിക്ഷേപത്തിന് ഭയങ്കര നികുതിയാണ്. നമുക്ക് രേഖകളില്ലാതെ നമ്മൾ സൂക്ഷിക്കുന്ന സ്വർണത്തിന് ഏകദേശം മൂല്യത്തിന്റെ 60% വരെ നികുതി ഈടാക്കാൻ ചാൻസ് ഉണ്ട്. ഒപ്പം സെസ്സും കാര്യങ്ങളും പിഴവെല്ലാം വരും. നിക്ഷേപമായി സൂക്ഷിച്ച സ്വർണം സാധാരണ ഇതിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷെ വലിയ അളവിലാണ് സ്വർണം വരുന്നെങ്കിൽ ആ സ്വർണം പിടിച്ചെടുക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പം നമുക്ക് നിക്ഷേപപരമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 850 ഗ്രാം വരെ നമുക്ക് നമ്മുടെ ഒരു വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ്.